കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും രക്ഷകനായി യേശുവിലേക്ക് നമ്മൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഡിസംബർ മാസം 19 നമ്മൾ കർത്താവായ യേശു മിശിഹായുടെ അടുക്കലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഈ ഒരു ദിവസം പ്രത്യേകം പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും നമ്മളെ തന്നെ കർത്താവിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇവനെ പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെട്ടത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴി നേരെയാക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. പ്രിയമുള്ളവരെ, രക്ഷകനെ സ്വീകരിക്കാൻ പോകുന്ന ഈ ഒരു നിമിഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് മറ്റൊന്നുമല്ല. പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും രക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ സാധിക്കത്തില്ല. നമ്മളെല്ലാവരും കുറവുള്ള വ്യക്തികളാണ്, എല്ലാവർക്കും പാപമുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ദൈവം എന്നൊരു വലിയ സ്നേഹമുണ്ട്, ദൈവം എന്ന വലിയൊരു സത്യമുണ്ട്. നമ്മളെ രക്ഷിക്കാനും സംരക്ഷിക്കാനും സ്നേഹിക്കാനും നമ്മളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരു കർത്താവായ ഒരു യേശുവുണ്ട്. അപ്പോൾ ആ യേശുവിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്, ആ യേശുവിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ എത്ര വർഷം ജീവിച്ചാലും അത്ര വർഷം യേശുവിൻ്റെതായി, കർത്താവിൻ്റെതായി, കർത്താവിന് വേണ്ടി ജീവിക്കാനാണ് നമ്മൾ ഓരോ വിശ്വാസികളും ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കർത്താവിലേക്ക് എത്തുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ പിടിച്ചു വച്ചിരിക്കുന്ന പാപം കർത്താവിനൊരു വഴി നേരെ ആക്കണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ പാത നേരെയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം പിടിച്ചു വെച്ചിരിക്കുന്ന പാപങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ച ചില സുഖങ്ങൾ, സ്നേഹിച്ചു പഠിച്ച സുഖങ്ങൾ, ഇതിനെല്ലാം മാറ്റിവെച്ചു യഥാർത്ഥ സുഖത്തിൻ്റെ പുറകെ നമ്മൾ പോകണം. നമ്മൾ മനസ്സിലാക്കണം, പാപത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ചെറിയ സുഖമുണ്ടല്ലോ, എന്നാൽ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു സത്യമുണ്ട്. താൽക്കാലികമായ സുഖത്തിന് വേണ്ടി നിത്യസുഖത്തെയാണ് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്. അതുകൊണ്ട് രക്ഷകൻ കടന്നു വരാൻ പോകുന്നു. പാപമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ സുഖവും യഥാർത്ഥ സന്തോഷമായ യേശുവെ നമുക്കും സ്വീകരിക്കാം. യേശു അനുഗ്രഹിക്കട്ടെ. ആമേൻ.